എല്ലാവരും വരൂ കേട്ടോ. പായസം റെഡി ആയിട്ടുണ്ട്. വരൂ വരൂ, എല്ലാവരും വന്ന് തരാം. ഞാൻ വിളമ്പാൻ പോവാണ്. ആർക്കൊക്കെ വേണം ഉടനെ വരിക. വിളമ്പട്ടെ. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. റാഗിപ്പൊടി കൊണ്ട് വളരെ സ്വാദിഷ്ടമായ എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചു. ഒരു കപ്പ് വെള്ളമുണ്ട്, അതിലേക്ക് ഒരു ബെല്ലം ശർക്കര ഇട്ടു. ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ് ബെല്ലങ്ങളിട്ട്. ഒരു ബെല്ലത്തിന് രണ്ടാക്കി മുറിച്ച് വെച്ചതാണ്. അങ്ങനെ നല്ല ശർക്കരയാണ്. അതിലിട്ടു. അത് അലിയട്ടെ. അതലിഞ്ഞ് വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് റാഗി പൊടി ഒരു സ്പൂണ് എന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണ് കേട്ടോ. നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുന്ന സ്പൂണില്ലേ, അതിലൊരു സ്പൂണ് പൊടിയെടുത്തു. ഇതാ കണ്ടോ, ഇത്ര പൊടിയുണ്ട്. നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ച പൊടിയാണ് കേട്ടോ. അതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ചു. പച്ച വെള്ളമാണ്. വെള്ളമൊഴിച്ച് നന്നായിട്ട് കലക്കണം. സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലെ കട്ടയൊന്നും ഇല്ലാണ്ട് ഇളക്കുക. ഇങ്ങനെ ഇളക്കി കട്ടയൊക്കെ ഉടച്ച് വയ്ക്കാം. വെള്ളം തിളയ്ക്കാറായോ നോക്കാം. തിളച്ച് തുടങ്ങിയിട്ടോ വെള്ളം. ഇപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന റാഗി ഉണ്ടല്ലോ, റാഗി കലക്കി വെച്ചത് അതിലേക്ക് ഒഴിക്കണം. കണ്ടോ, നന്നായിട്ട് തിളച്ച് ശർക്കര അലിയണം കേട്ടോ. കണ്ടോ, വെള്ളം തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം, ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വെള്ളം വേണം. എന്താ വെച്ചാൽ വെള്ളത്തിൽ നന്നായിട്ട് തിളച്ച് വേവേണ്ടതാണ്. വെള്ളം വേണം നന്നായിട്ട് കേട്ടോ, എന്നാലേ അത് വേവുള്ളൂ. ഇങ്ങനെ ഇളക്കുക. അടി പിടിക്കും ഇളക്കൽ നിർത്തിയാൽ കേട്ടോ. കാരണം ഇത് വെള്ളത്തിൽ കിടന്നാൽ അടിയിലേക്ക് ഊറിക്കഴിഞ്ഞാൽ അടി പിടിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ തീരെ ലൂസാണ് കേട്ടോ. ഇത് ഒട്ടും കട്ടിയില്ല. ഇങ്ങനെ ഇളക്കി കുറച്ച് കഴിയുമ്പോൾ ഈ റാഗിപ്പൊടി കുറുകുമ്പോൾ വെള്ളം കട്ടിയായിട്ട് വരും കേട്ടോ. ഞാൻ പറഞ്ഞു, നമുക്ക് വാങ്ങാനും കിട്ടും റാഗിപ്പൊടി കേട്ടോ. ഇപ്പോൾ ഇത്രേശ കട്ടി ചെയ്ത് തുടങ്ങിയിട്ട് ഒരു കുറുകുറുക്കണ പോലെയായി. കണ്ടോ, ഇങ്ങനെ പൊന്തിച്ചൊഴിക്കുമ്പോൾ കാണാൻ പറ്റും ചെറിയൊരു കട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് പൊന്തി തുടങ്ങിയിട്ടോ. ഞാൻ തീ ഓഫാക്കി, അല്ലെങ്കിൽ പുറത്തേക്ക് പോകും. ഒരുവിധം കട്ടിയായി. കണ്ടോ, നാളികേരം ചിരകി വെച്ചത് ഇടാം. എന്നിട്ട് ഇളക്കാം. ഒരു പായസം പോലെയാണ് കേട്ടോ അത്. ശർക്കരയുണ്ട്, നാളികേരമുണ്ട്, റാഗി കുറുക്കിയതാണ്. നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മുടെ കയ്യിൽ കിസ്മിസോ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇടാം. ഹെൽത്തിയാണ്. ഇത്തിരി ഏലക്കായപ്പൊടി ഇടാം. അതിൽ ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. ധാരാളം അയൺ അടങ്ങിയിരിക്കുന്നതാണ് റാഗിയിൽ. അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചാൽ വിളർച്ച തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തലമുടി, പല്ല്, എല്ല് തുടങ്ങിയവയ്ക്ക് വളരെ നല്ലതാണ്. ഇപ്പോൾ പണി കഴിഞ്ഞു കേട്ടോ. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു പഴം ഇരിക്കുന്നുണ്ട്. കുടപ്പിലാക്കുന്നതിനാണ് കേട്ടോ. ഈ പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പഴം നമ്മുടെ ശ്യാമള കൊണ്ടുവന്നതാണ് കേട്ടോ. ശിവേട്ടൻ്റെ അവിടെ നിന്ന് ശ്യാമള കൊണ്ടുവന്നതാണ്. നന്നായിട്ട് പഴുത്ത പഴമാണ് കേട്ടോ കുടപ്പിലാക്കുന്നൻ. നമ്മുടെ വീട്ടിലുണ്ട്, ഇപ്പം ഇല്ല. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞങ്ങോട്ട് ഇടാതില്ല. നന്നായിട്ട് പഴുത്ത പഴമാണ് കേട്ടോ. ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കത്തിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് തന്നെ വെന്തോളൂ കേട്ടോ അത്. ഇങ്ങനെ ഇളക്കിയിട്ട് ഇത് ഓഫാക്കി അടച്ചു വയ്ക്കാം. കണ്ടോ, ഇനി ഇതിനുള്ളിൽ ഇരുന്നാൽ മതി. അത് വെള്ളം
ഒന്നും കൂടി വറ്റിക്കോളും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ചൂടാറാൻ വെച്ചതാണ്. ചൂടോടുകൂടി കുടിക്കാൻ പറ്റില്ലല്ലോ. അതാ ഇപ്പോൾ ഒന്നുകൂടി കുറുകി കണ്ടു. അപ്പോൾ നല്ല സ്വാദുണ്ട്. ഇത് പായസം പോലെ ഇങ്ങനെ ഒഴിക്കാട്ടതിൽ. ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. പണ്ട് കാലം തൊട്ടേ നമ്മൾ റാഗി ഉപയോഗിച്ചിരുന്നു. കുട്ടിക്കാലത്ത് എനിക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല, എങ്കിലും ഉപയോഗിച്ചിരുന്നു. കൊച്ചു കുട്ടികൾക്ക് പോലും നമ്മളിത് മുഴുവൻ റാഗി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിരുമ്പി കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അരച്ചിട്ട് അതിൻ്റെ പാല് മാത്രം എടുത്തിട്ട് കൽക്കണ്ടം കൂട്ടി കുറുക്കിയിട്ടാണ് കുഞ്ഞു മക്കൾക്ക് കൊടുക്കാറ്. നമുക്ക് വെറുതെ ഇങ്ങനെ പൊടിച്ചാലും മതി. നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് കമ്പനിയിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കും. അന്ന് വീട്ടിൽ മിക്സി ഒന്നുമില്ല, കമ്പനിയിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കുക. അത് പൊടിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അടയുണ്ടാക്കും, പിന്നെ ഇതുപോലെ ദോശ ഉണ്ടാക്കും, കുറുക്കുണ്ടാക്കും. ഇത് എന്ത് രസമാണെന്നറിയോ? സൂപ്പർ. സ്വാദുണ്ടാവാനായിട്ട് നാളികേരം ഇട്ടുണ്ട്, ഞാനിതിൽ പഴം ഇട്ടുണ്ട്, ഏലക്കായ ഇട്ടുണ്ട്, ഇത്തിരി ശർക്കര ഇട്ടുണ്ട്. നല്ല ടേസ്റ്റാവും. ശർക്കര വേണ്ട എന്നുള്ള ആൾക്കാർ ഉപ്പിടുക, ലേശം ഉപ്പിട്ടിട്ട് കഴിക്കാം. വളരെ നല്ലതാണ്, വയറ് നിറയും. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിക്കും കേട്ടോ. നല്ല ഇഷ്ടം. പായസം പോലെ അല്ലേ? എന്നിട്ട് ഞാൻ ഇട്ടേക്കണ പഴം കുഴപ്പിലാക്കുന്നതിനാണ് കേട്ടോ. കുഴപ്പിലാക്കുന്നതിനായാലും ഇടാം, ഏത് പാളയം കൂടനായാലും ഇടാം, നേന്ത്രപ്പഴം ആയാലും ഇടാം കേട്ടോ. ഏത് വേണമെങ്കിലും ഇടാം. പൂവമ്പഴം, എന്ത് പഴമായാലും നമുക്കിടാം. ഫിനിഷ്ഡ്. എല്ലാവരും പാത്രം എടുത്തത് വയറൊക്കെ നിറഞ്ഞു കേട്ടോ. ഇനി ബാക്കി കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് പിന്നെ കഴിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ കഴിക്കാം. ഇഷ്ടമുള്ളവർക്ക് കുട്ടികൾ എന്തായാലും ഇഷ്ടപ്പെടും. സുന്ദരിയൊക്കെ ഉണ്ടെങ്കിൽ അവൾ എന്തായാലും കഴിക്കും കേട്ടോ. അടിപൊളി. വയറ് ഫുള്ളായി. എന്ത് സ്വാദാ. ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടമാവാണ്ടിരിക്കില്ല, എന്തായാലും ഇഷ്ടമാവും. എല്ലാ കുട്ടികൾക്കും ഇഷ്ടവും വലിയവർക്കും ഇഷ്ടമാവും. നല്ല സാധനമാണ്, നല്ല ഹെൽത്തിയാണ്. രോഗങ്ങളും എന്തായാലും വയറും നിറയും. പിന്നെ ഷുഗറുകാർക്കും കഴിക്കാം. ഇത്തിരി ശർക്കര ഇട്ടേക്കണത്. ശർക്കര തീരെ ഒഴിവാക്കണമെങ്കിൽ ഇത്തിരി ഉപ്പിട്ടാലും മതി. ശർക്കര നമ്മളെ കൂടുതൽ സ്വാദ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റൊക്കെ പറയുമോ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്നെക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ.